അതാണ് ബോസ്. ആ ബോസ് ടൈമിൽ ഞങ്ങൾ വിളിച്ചല്ലോ. മനസ്സിലായി. ഓക്കെ, അപ്പോ ഹെഡ്ലൈറ്റ് ഇതാ ഒരു വെറൈറ്റി ഹെഡ്ലൈറ്റ് ആണ്. ബോസ് ആ BOSS കത്തോ ലൈറ്റർ ഉണ്ടല്ലോ അവിടെ 230. ഓക്കെ, 230 ഉണ്ടല്ലോ. 14 മോഡൽ 15 രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വണ്ടിയാണ്. നിസാൻ സണ്ണി. അപ്പൊ നല്ല മൈലേജ് കൊണ്ടു നടക്കാൻ പറ്റും. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഉണ്ടോ? അതുമില്ല. അപ്പൊ ഒരു ഇന്നോവ, പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്. പേപ്പർ അവസ്ഥ എന്താ? പേപ്പർ ഉണ്ട്. ഇപ്പൊ മറ്റേതല്ലേ, ഡിജിറ്റൽ അല്ലേ? അല്ല, അതല്ല, ഡിജിറ്റൽ ആയിക്കോട്ടെ. ടാക്സ് പുതിയത് 2031, ഇൻഷുറൻസ് പുതിയത് ഇപ്പൊ കഴിഞ്ഞ മാസം എടുത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളൊരു 3 ദിവസത്തെ ഗ്യാപ്പായി പോയി. 3 ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ചില പേഴ്സണൽ ആവശ്യങ്ങളും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞാനും കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ പലരും പറയാറുണ്ട് ഡെയിലി വീഡിയോ ഇടുന്നത്. ഡെയിലി പറ്റാവുന്നിടത്തോളം നമ്മൾ തീർച്ചയായും ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ സ്വന്തം കേസ് കാസിലാണ്, സലീം ഖാൻ്റെ കേസ് കാസിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തായിട്ട് വെള്ളപ്പൊക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ മഴക്കാലമാണ്. എല്ലാവരും ഒന്ന് മൊത്തത്തിൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ പല വാഹനങ്ങളും സ്കിഡായി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ വാഹനങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം. ടയേഴ്സ്, കാര്യങ്ങൾ, ബ്രേക്ക് എല്ലാം നോക്കി. പുതിയ ഹൈവേ എന്നൊക്കെ പറയുന്ന നല്ല ടേണിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള റോഡുകളാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക. എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലിൽ സലീം ഖാനെ സ്വാഗതം ചെയ്യാം. ഇവിടെ വിളിച്ചിരിക്കുക കളർ. അല്ല, ഞങ്ങൾ ടയറൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോൾ ടയറൊക്കെ നല്ലോണം നോക്കാൻ പോയത്. അതെ, കുഴപ്പമില്ല, അത്യാവശ്യം മുട്ടയാണ്. ഉണ്ട്, മുട്ടയാണല്ലേ? ഓക്കെ. അപ്പോൾ കേസ് കാസ് മലപ്പുറം തറയിട്ടാൽ, അതായത് കരിപ്പൂർ എയർപോർട്ടിൻ്റെ പുറകിലായിട്ടുള്ള റൂട്ടിലാണ് വരിക. തറയിട്ടാൽ കൊണ്ടോട്ടി കൊമ്മിണിപ്പറമ്പ് തറയിട്ടാൽ അല്ലേ? തറയിട്ടാലാണ് സ്ഥലം വരുന്നത്. എന്താ പറയാനുള്ളേ? ഒന്നും പറയാനില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. അല്ല, അങ്ങനെയല്ല, ഒരു വെറൈറ്റി വേണ്ട. ഒന്നും പറയാനില്ല. എന്താ എല്ലാ സെഗ്മെന്റിനും വണ്ടി ഉണ്ടോ? അല്ലാണ്ട് മൊത്തത്തിൽ മൊത്തത്തിലൊരു 10-15 വണ്ടി ഉണ്ട്. സംഭവം ചെറുവണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. ഇന്ന് നല്ല 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 വണ്ടികളുണ്ട്. റിഡ്സ്, i20 അങ്ങനത്തെ സെഗ്മെന്റ് ഒരുപാടുണ്ട് കിട്ടൊക്കെ. അപ്പോൾ വലുതുണ്ട്, XUV 500 ഉണ്ട്, ഇന്നോവകളുണ്ട്, ഈ സൈഡൊക്കെ കാണുന്നുണ്ട്, ബ്രസ, കോമ്പാക്ട് SUV എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം അടങ്ങിയ ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് കാണിക്കുന്നത് അല്ലേ? അങ്ങനെ ആക്കാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ലോ. അങ്ങനെയാണ് എല്ലാം പോകാൻ തന്നെയാണ് ഇവിടെ. മാക്സിമം ലോണും കിട്ടൂല വണ്ടിയിൽ? തീർച്ചയായിട്ടും. ഓക്കെ, ലോണൊക്കെ ഇടുമ്പോൾ വേണ്ട മാത്രം ഇട്ടാൽ മതി. നമ്മൾ പിന്നെ നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നതല്ലോ ലോൺ ഇത്ര കിട്ടുന്നില്ല, ആവശ്യമുള്ള മാത്രം എടുക്കുക, അത്രേ ഉള്ളൂ. അറിവുണ്ടെങ്കിൽ അല്ല, ഞാൻ പറയാം അങ്ങനെയല്ല, വണ്ടി കിട്ടുന്ന ലോൺ നമ്മൾ പറഞ്ഞു. ഓക്കെ, അല്ല, നിങ്ങളത്ര അറിവൊന്നുമില്ല. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. മാക്സിമം വില കുറച്ച് കൊടുക്കാലോ? തീർച്ചയായിട്ടും. മഴക്കാലല്ലേ, എല്ലാവരും വണ്ടി എടുക്കട്ടെ. അതെ അതെ, മൺസൂൺ ഓഫർ. സന്തോഷത്തിൽ പോട്ടെ എല്ലാവരും. അതെ, കർക്കിടക ഓഫറോ? കർക്കിടക ഓഫർ ആയിക്കോട്ടെ. ആദ്യ വാഹനം വിറ്റാര ബ്രസ KL 70 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 70 എവിടെയാണെന്നറിയോ? അതും മേടിച്ചോ ഇപ്പോ? ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ എങ്ങനെയാ? സിംഗിൾ ഓണർ, 2017 വീഡിയോ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ഡീസൽ ചെയ്തിട്ടുണ്ട്. ZDIന്റെ അലോയ്സും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ഒറിജിനൽ സുസുക്കിയുടെ അലോയ്സ് തന്നെയാണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ. ഓക്കെ, മോഡൽ 2017 മോഡൽ ഡീസൽ വണ്ടി. ഒരു 18-20 റേഞ്ചിന്റെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ക്ലെയിമർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല? ഒന്നുമില്ല. മേജർ അടിയൊന്നും വന്നിട്ടില്ല. ഓട്ടം 18 മീറ്റർ കാണിക്കുന്നത്. ഉറപ്പിക്കുന്നില്ല? ഒരു വണ്ടി ഉറപ്പ് കൊടുക്കലില്ല. ചെക്ക് ചെയ്യാം. ഓക്കെ, ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടാവില്ല അല്ലേ? നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയും. ഓക്കെ, അപ്പോൾ 5 to 5.5 വരെ ലോണും കൊടുക്കാം. എത്ര ചോദ്യം? എത്ര കൂടെ? 5,70. 5,70,000. മാറ്റം ചെയ്ത് കൊടുക്കോ? നിർബന്ധമാണ്, ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ, 5,70 ചോദ്യം. 5.5 വരെ ലോണും കിട്ടുന്ന വാഹനം. അപ്പോൾ ഒരു ഡീസൽ വണ്ടി തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നിലവിൽ മെക്കാനിക്കൽ വർക്ക് എന്തെങ്കിലും ഉണ്ടോ വണ്ടിയിൽ? എല്ലാ വകുപ്പും ദമ്മാണ്, ഫിറ്റാണ്. ഫുൾ ഫിറ്റാണ്. ആയിക്കോട്ടെ. അടുത്തത് XUV 500 KL 39 രജിസ്ട്രേഷൻ വണ്ടി. ഇതേതാ മോഡല്? 2013 മോഡല്. ഒറിജിനൽ കേരള. ഓക്കെ, പിന്നെ TV ഒക്കെ ഉണ്ട്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല കാര്യം തന്നെ. അപ്പോൾ 2013 മോഡൽ W8 ഫുൾ ഓപ്ഷൻ ഒറിജിനൽ കേരള വണ്ടിയാണ്. സലീം ഖാന്റെ ഫാൻസി നമ്പർ ഉണ്ട്. ഓക്കെ, എത്ര ഇതിന്റെ ചോദ്യം എത്രയാ? 3,90,000. 3,90,000 ഫൈനലാണോ? അല്ലെന്ന് മാറ്റം ഉണ്ടാവോ?
അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, 390 ഒറിജിനൽ കേരള 2013 W8 ഫുൾ ഓപ്ഷൻ വരുന്ന ഒരു XUV 500. ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. അപ്പം നല്ലൊരു വണ്ടി. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ലോണ് പ്രയാസമായിരിക്കും, ആ മോഡൽ കുറവുള്ളതുകൊണ്ട് തന്നെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് 4 ഇനോവ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് 3 Type 4 മാറിയതുണ്ടാവും, അല്ലാത്തതുണ്ടാവും. ഇത് ഒറിജിനൽ ഷേപ്പ് തന്നെ നിൽക്കുന്ന ഒരു ഇനോവയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. KL 65 റിയായതാ. അല്ല, റിയായതായിരിക്കും. അപ്പൊ തിരുവനങ്ങാടി രജിസ്ട്രേഷനിലേക്ക് റിയായി കഴിഞ്ഞ ഒറിജിനൽ ഷേപ്പുള്ള ഒരു ഇനോവയാണിത്. ഇത് മോഡൽ 2005 ആണെങ്കിലും വണ്ടി ഓടിക്കാൻ 2015 ഫീലാണ്. അത്രയുണ്ട്. ഓക്കെ, ആണോ പറയുകയാണെങ്കിൽ 2025 അറിയാം. അത് പറയാം, ശരിയാ. 25 ഇന്നോ ഇല്ലല്ലോ, പറയാലോ നല്ല പറഞ്ഞിട്ടുള്ളൂ. പറയാതല്ലേ പറഞ്ഞിട്ടല്ലേ, നുണ പറയാൻ വി ആണ് ഓപ്ഷൻ. ക്വാളിറ്റി വണ്ടി കേട്ടോ, അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. എല്ലാം പുതിയ ടാക്സ് പടക്കം കൊടുത്തിട്ടുണ്ട്. 2031 വരെയുള്ള എല്ലാം വർക്കിംഗ്. നിങ്ങളെ പാർട്സ് പോലെ ഡാമേജ് ഇല്ല. ഓക്കെ, അപ്പോൾ അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എല്ലാം വർക്കിംഗ്. മനസ്സിലായിട്ട് ചോദിച്ചേ, പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല. അല്ല, നിങ്ങളെ പാർട്സ് പോലെ മനസ്സിലാവില്ല. എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അപ്പോ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല അലോയ്സ് ഉണ്ട്. കമ്പനി അലോയാണ്, ഞാൻ കയറ്റിയല്ല. കമ്പനി അലോയ് ഒന്നല്ല, വീക്ക് തന്നെയല്ലേ വരിക. ഈ അലോയ് തന്നെ വരുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ അലോയ്സ് ഉണ്ട്. പിന്നെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ ആവശ്യമൊക്കെ? അല്ല, ഉണ്ടോ? അതുമില്ല. അപ്പോ ഒരു ഇന്നോവ, പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്. പേപ്പർ അവസ്ഥ എന്താ? പേപ്പർ ഉണ്ട്. ഇപ്പൊ മറ്റേതല്ലേ, ഡിജിറ്റൽ അല്ലേ? അല്ല, അതല്ല, ഡിജിറ്റൽ ആയിക്കോട്ടെ. ടാക്സ് പുതിയത് 2031, ഇൻഷുറൻസ് പുതിയത് ഇപ്പൊ കഴിഞ്ഞ മാസം എടുത്തിട്ടുള്ളൂ. പിന്നെ റിന്യൂവലും ജസ്റ്റ് അടുത്ത കൊല്ലം. അടുത്ത കൊല്ലം ടൈം ഉണ്ട്. അതിന് ഒരു 10,000 വരുമോ? അല്ലേ, 3 സംതിങ്. ഇതെല്ലാം എടുത്തോണ്ട് 3 സംതിങ് അല്ലേ? ഓക്കെ, ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ പേപ്പർ ഓക്കെ ആയിട്ടുള്ള ഒരു ഇന്നോവയാണ്, ഒറിജിനൽ ഷേപ്പ് വണ്ടി. എത്ര ഇതിന്റെ ചോദ്യം ഇപ്പൊ? ഇത് ചോദിക്കാം, നമുക്ക് എത്ര ചോദിക്കാലോ? വേണ്ട, നമുക്ക് 280 കൊടുക്കാം. 280. അതും ഫൈനലാണോ? ഇതൊക്കെ ഫൈനലാണ്. 2008, 2011, 2010 അപ്പുറത്തുണ്ട്. നമ്മൾ കാറ്റലോഗ് നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അത് Type 4 കൺവേർട്ട് ചെയ്ത വാഹനങ്ങളുണ്ട്, അല്ലാത്തതും ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യമായിട്ട് നോക്കിക്കോ. ലോണും കാര്യമൊന്നും കിട്ടൂലെങ്കിൽ 280, 2031 വരെ ടാക്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അടുത്ത വർഷം റിന്യൂവൽ വരും, പുതിയ ഇൻഷുറൻസ് എല്ലാം ഉള്ളൊരു ഇന്നോവ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് മഹീന്ദ്ര താറാണ്. താറ് ന്യൂ ഷേപ്പ്. നമ്മൾ ഞങ്ങൾ വിളിച്ചല്ലോ, മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈറ്റ് ഇതാ ഒരു വെറൈറ്റി ഹെഡ്ലൈറ്റ് ആണ്. ബോസ് ആ BOSS കത്തോ? ലൈറ്റർ ഉണ്ടല്ലോ അവിടെ. ഓക്കെ, അപ്പോൾ നല്ലൊരു ഹെഡ്ലൈറ്റ് ഒക്കെ മാരി ചെയ്തേക്കുന്ന ഒരു താറാണ്. KL 79 വണ്ടി. ഏതാ മോഡല്? 2022, 1,17,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ഏതാ ഓപ്ഷൻ? ഏതാ ഓപ്ഷൻ? മാനുവൽ ഓട്ടോ. മാനുവൽ ഓട്ടോമാറ്റിക്. ഡീസൽ മാനുവലാ? ഡീസൽ മാനുവല്. കട്ടൊന്നും വേണ്ടത്. ഓക്കെ, ഞാൻ പോകുന്നല്ലേ, നിങ്ങൾ വേണ്ട. ഡീസൽ മാനുവൽ വാഹനമാണ്. 4x4 ഡീസൽ മാനുവൽ ഫുൾ ഓപ്ഷൻ. ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മാനുവൽ ഓട്ടോമാറ്റിക് അല്ല, ഹാർഡ് വരുന്ന വണ്ടിയാണ്. അപ്പോ 1.17 ഓട്ടം അല്ല, എന്നെ തെറ്റിച്ച് മാനുവൽ ഓട്ടോമാറ്റിക് സർവീസ് കാര്യങ്ങളൊക്കെ ഇല്ലേ? ആയിക്കോട്ടെ. അപ്പൊ അഡീഷണൽ ആയിട്ട് ഈ ഒരു സാധനം മാത്രമേ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളൂ. ഹെഡ്ലൈറ്റ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ബാക്കിയുള്ള സ്റ്റോക്ക് കണ്ടീഷൻ പോലെ തന്നെയാണുള്ളത്. ഫാൻസി നമ്പർ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ആയിക്കോട്ടെ. പിന്നെ ശരിക്കും ഫാൻസി നമ്പർ എന്താണെന്ന് അറിയോ? അറിയില്ല. ഇന്നലെ ഒരാളൊന്നും ചോദിച്ചാ ഫാൻസി നമ്പറിൽ വണ്ടി ഉണ്ടോന്ന്. അപ്പൊ അയാൾക്ക് കൊടുത്തു 7813 വലിയ നമ്പർ അല്ലേ? ഓക്കെ, സെറ്റ്. അപ്പൊ പ്രൈസ് എങ്ങനെയുണ്ട്? മറന്നുപോയില്ലേ? 12,60. 10 to 11 ലക്ഷമൊക്കെ ലോണും കിട്ടും. 12,60,000 ഡീസൽ മാനുവൽ 2022 1.17 ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. അപ്പോ താല്പര്യം നോക്കിക്കോ. ലോൺ എത്ര കിട്ടും? ലോൺ 11 വരെ കൊടുക്കാം. 11 വരെ. വില എന്തെങ്കിലും മാറ്റണ്ടാവോ? നിർബന്ധമാണ്. അതുകൊണ്ട് നമുക്ക് അതേ വിലക്ക് കൊടുക്കാം. അടുത്ത ഒരു ഡീസൽ എർട്ടിഗയാണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം അല്ലേ? അതാണ്. ഏതാ മോഡല്? 2012 വീടി. മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടി. 52 ഓടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാ. ഒന്നും ചെയ്യാനില്ല. ഡീസൽ അടിക്കാൻ ഓടുക. ഒരു ക്ലെയിമുമില്ല. എല്ലാം വർക്കിംഗ് ആണ്. ഡീസൽ അടിച്ചാൽ ഓടിക്കോളൂ. റിവേഴ്സ് ഗിയർ വരെ വർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഡീസൽ അടിച്ചാൽ ഓടിക്കോളൂ അല്ലേ? ഡീസൽ അടിച്ചാൽ ഓടില്ല. സ്റ്റാർട്ട് ചെയ്താണ്ട് ഗിയർ കിട്ടാണ്ട് വണ്ടി ഓടിക്കുന്നവർക്ക് ഓടിക്കാൻ കാണുള്ളൂ. ആയിക്കോട്ടെ. ഡീസൽ അടിച്ചു വണ്ടി താനെ ഓടുന്നില്ല. ഓക്കെ, പിന്നെ ഒരു ക്ലെയിമില്ലല്ലോ? സീറോ ക്ലെയിം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആയിക്കോട്ടെ. ഫാൻസി നമ്പർ അതെന്നാലും ഉറപ്പിക്കാം.
കഴിഞ്ഞിട്ട് കോളീസ് പ്രൈസ് എങ്ങനെയാ പറഞ്ഞു? 340. 340. കുറച്ച് കൊടുക്കണോ? നിർബന്ധമാണ്. ഓക്കെ, 3,40,000 ചോദ്യം. 2012 മോഡൽ ഡീസൽ 1.52 ഓടിയ മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. VDI എല്ലാം വർക്കിംഗ് അല്ല? സ്വിച്ചും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ്. സ്വിച്ച് ഒക്കെ വർക്കിംഗ് എല്ലാം നോക്കുക. ഓക്കെ, മെക്കാനിക്കൽ സൈഡ് നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലേ? ഇവിടുന്ന് വണ്ടി ഇവിടെ തിരുവനന്തപുരം കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. മെക്കാനിക്കൽ ഇങ്ങോട്ട് കൊണ്ടുവരാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തത് കോളിസ് ആണ്. ഒരു കാലത്ത് സലീം ഖാൻ്റെ അടുത്ത് വെച്ചാൽ കോളിസ്, സ്കോർപിയോ, ഇൻഡിക്ക ഇതൊക്കെ ഇങ്ങനെ ചാകരയായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ സാധനം കിട്ടാനില്ല. ഇപ്പൊ എത്ര വർഷമായില്ല നമ്മള് വീഡിയോ ചെയ്യുന്നത് ശരിക്കും? അല്ല എന്നാലും നമ്മൾ 11 കോളീസ് ഒരുമിച്ച് വെച്ച് ചെയ്തല്ലോ, ഓർമ്മ ഉണ്ടോ? അതിപ്പോ കുറച്ച് മുമ്പ് കൊറേ ആയി. 5-6 വർഷമായി നമ്മളിപ്പോ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അത്രയും നല്ല വണ്ടികൾ അത്രയും കിട്ടിക്കൊണ്ടിരിക്കും. നല്ല കോളീസ് കിട്ടുന്നില്ല. കോളീസിന് വളരെ കുറവാണ്. കിട്ടിയാൽ തന്നെ ഫുള്ള് ബോഡി വീക്ക് ആയിരിക്കും, പാച്ച് വർക്ക് ആയിരിക്കും, മെക്കാനിക്കൽ വലിയ കണ്ടീഷൻ ഉണ്ടാവില്ല, ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. ചെണ്ട കോളീസ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. 90 രൂപ, 1 ലക്ഷം രൂപ, 1.10 പക്ഷെ ആളുകൾ വരും, ചുമരില് ബോൾ എറിഞ്ഞ പോയി റിട്ടേൺ പോവാം. അല്ല, ഒരു കോളേജ് വെച്ചാൽ ഇപ്പം വെച്ചാൽ നല്ല വണ്ടിക്ക് ഒരു പ്രത്യേക മാർക്കറ്റ് ഇല്ല. ചെയ്യുന്ന എല്ലായിടത്തൊന്നും നല്ല ഹൈ റേറ്റ് തന്നെയാണ് ചോദിക്കുന്നത്. നല്ല വണ്ടിക്ക് വില ഉണ്ട്. ഓക്കെ, KL 31 വണ്ടിയാണിത്. അത് ഫാൻസി നമ്പർ തന്നെയാണ്. ദയവേത് പറയല്ല പ്ലീസ്. ഏതാ മോഡല്? 2004 29 പേപ്പർ ഉണ്ട്. പിന്നെ പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്. റിന്യൂവൽ 2029, 2 ടാക്സ് പുതിയത്, ഇൻഷുറൻസ് പുതിയത്. ഓക്കെ, സെൻട്രലൈസ് വരുന്നതാണ്. മേജർ മൈനർ ഒന്നുമില്ല. കംപ്ലീറ്റ് പിന്നെ പ്ലാറ്റ്ഫോം ഒക്കെ പുതിയതാണ്. തിരിക്കണം. അപ്പൊ നല്ല ഒരു നീറ്റ് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വെച്ച നല്ലൊരു എല്ലാം പുതിയതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്രോഡ്കാസ്റ്റർ ഒക്കെ വെച്ചിട്ട് കോളേജ് ഒന്ന് ചെയ്തിട്ടായിരുന്നു. അത് ചെയ്തപ്പോ കുറെ കമന്റ്സ് വന്നു. അതായത് എന്റെ അടുത്ത് 1 ലക്ഷത്തിനുണ്ട്, പിന്നെ നല്ല വണ്ടി നിങ്ങൾ എടുക്കോ? അങ്ങനെ ഞാൻ കമന്റ് തിരിച്ചു വെച്ചു. അപ്പൊ പറഞ്ഞ് വിറ്റുപോയി എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ 1.5 ലക്ഷത്തിന് 1 ലക്ഷത്തിനുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യും, എന്റെ ആൾക്കാർ വിളിക്കട്ടെ. നിങ്ങൾ എടുക്കൂല? അതിലും കൂടുതൽ തീർച്ചയായിട്ടും എടുക്കും. ഓക്കെ, അപ്പോ ഇതിപ്പോ പ്രൈസ് എങ്ങനെയാ വെക്കുന്നത്? ഇതിന്റെ പ്രൈസ് പറയണോ? 2,80,000 വരും. പറയണോന്ന് ചോദിച്ചാൽ പറയട്ടെ, അറിയണ്ട എന്താ. അങ്ങനെ 2.80 ചോദ്യം. അപ്പൊ നിങ്ങള് ഫുൾ അന്വേഷിച്ചോ, എവിടെ വേണമെങ്കിൽ അന്വേഷിച്ചോ. വണ്ടിന്റെ മോഡൽ തപ്പി നടക്കുന്നവര് കോളേജിന്റെ എന്താണ് കോളേജിന്റെ മെക്കാനിക്കൽ അവസ്ഥ, ബോഡീന്റെ അവസ്ഥ, അതൊക്കെ നോക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ അന്വേഷിച്ചോ തപ്പി നടക്കുന്നവരുണ്ട്. തപ്പി നടക്കുന്നവർക്ക് കറക്റ്റ് മാർക്കറ്റ് അറിയാൻ പറ്റും. ചോദ്യം ഓക്കെ, അങ്ങനത്തെ ഒരു വണ്ടിയാണ്, അതുകൊണ്ടാണ് മാർക്കറ്റ് കൃത്യമായിട്ട് ഇല്ലാത്തത്. അപ്പൊ താല്പര്യം ഉണ്ടോ നോക്കിയോ. അത് പറഞ്ഞ കാര്യമില്ല, കഴിഞ്ഞിട്ട് പോവാം. അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തത് റിഡ്സ് ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. അതായത് അലോയ്സ് ഒക്കെ അഡീഷൻ ചെയ്ത വണ്ടിയാണ്. ഗോൾഡ് ആണ്, സ്വർണ്ണത്തിന്റെ അലോയാണ്. സ്വർണ്ണത്തിന്റെ ആയിക്കോട്ടെ. ഏതാ മോഡൽ? ഏതായത്? ഇത് 2013 ഫാൻസി നമ്പർ 4970. ആയിക്കോട്ടെ. 1.52 ഓടിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 1.52 ഡീസൽ, മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടി അല്ലേ? VDI. പക്ഷെ അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബൾക്കി ടയേഴ്സ് ഒക്കെ ഉണ്ട്. ഗ്രേ കളറാണ്, നല്ല സ്റ്റൈലിഷ് വണ്ടി അല്ലേ? മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? രാവിലെ മുതൽ ആക്സിഡന്റ് ചോദിക്കണല്ലോ. ഇനിയിപ്പോ വീണ്ടും ഫ്ലഡ് ആയി തുടങ്ങി. വീണ്ടും ഫ്ലഡ് വണ്ടികൾ ഉണ്ടാവും അല്ല? ഒന്നുമില്ലല്ലോ, നല്ല വണ്ടിയാണ്. ഓക്കെ, ഒരു 18-20 റേഞ്ച് മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ് റിഡ്സ്. അപ്പോ പ്രൈസ് എങ്ങനെയത്? പ്രൈസോ 290. എന്റെ ഒരു ബലം 290. 3.5 ചോദിക്കാൻ വിചാരിച്ചത്. കുറച്ചെടുക്കാലോ. ചെറിയ മാറ്റമൊക്കെ ചെയ്ത് കൊടുക്കാം. നല്ല വണ്ടിയാ. 290. അപ്പൊ ഒരു ഡീസൽ റിഡ്സ് നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും വന്നു. കിലോമീറ്റർ എത്ര പറഞ്ഞ? 1.52. ഓക്കെ, അപ്പൊ താല്പര്യം നോക്കിയോ. അടുത്ത വണ്ടിയിൽ അടുത്തതാ ഹ്യുണ്ടൈ i20 ആണ്. KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാട്ടോ. ആസ്റ്റ ഓപ്ഷനിലാണ്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം അല്ലേ? ഇപ്പൊ നമ്മള് പറഞ്ഞ കണ്ടീഷനിലെത്തി. എന്തേ ഫാൻസി നമ്പർ അടുത്തെത്തി. ഇതും ആയിക്കോട്ടെ. 2.0 അല്ലേ? ഒന്നുമില്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ? മറന്നുപോയി. 2018 നിങ്ങൾ പറഞ്ഞ എന്താണ് ഓപ്ഷൻ അല്ലേ? കിട്ടണില്ല. പിന്നെ 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3rd ഓണർ. പെട്രോൾ അല്ല? ഡീസലാ? ഓക്കെ, ഡീസൽ വണ്ടിയാണ്. അപ്പൊ മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് ഒക്കെ. ഹൈ ക്വാളിറ്റി വണ്ടി എടുക്കുന്നവർക്ക് ഡീസൽ അടിക്കാൻ ഓടെ വേറെ ഒരു പണിയില്ല, ഒന്നുമില്ല. ഓക്കെ, പാർട്ടിന്റെ വണ്ടിയാണ്. ഓക്കെ, മേജർ ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ഇല്ല. ഓക്കെ, അപ്പോൾ 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. അതാണ് ഒരു ഡ്രോബാക്ക്. ഓട്ടം പറഞ്ഞോ? ഓട്ടം 1.30. 2018 ഡീസൽ ഫുൾ ഓപ്ഷൻ i20. എത്ര പ്രൈസ്? 5.80.
5,80,000. ഓക്കെ, മാറ്റം എന്തെങ്കിലും ഉണ്ടാവില്ലേ? അത് വല്ലാതെ ഉണ്ടാവില്ല, പാർട്ടിന് വേണ്ടി ആയതുകൊണ്ടേ മാർക്കറ്റ് ലാസ്റ്റ് പറഞ്ഞ റേറ്റാ. അപ്പോൾ താല്പര്യമുള്ളത് നോക്കിക്കോ. ആസ്റ്റേൻ്റെ വിലയായിട്ട് കമ്പയർ ചെയ്യേണ്ട, എക്സ്ട്രാ ഓപ്ഷനിൽ മാർക്കറ്റ് ഉണ്ട്, അത് നോക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി പാർട്ടി സംസാരിക്കാം അല്ലേ? നോക്കിയിട്ട് പാർട്ടി സംസാരിക്കാന്നില്ല. 4.5 വരെ കിട്ടും. ലോൺ 5 വരെ കിട്ടും, 5 എന്തായാലും കിട്ടും. 5 എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ, അടുത്തതാ i10 ആണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. മൂന്നാമത്തെ ഓണർ, 1,06,000 കിലോമീറ്റർ, പുതിയ ടാക്സ്, പുതിയ റിന്യൂവല്, ഈ ഇൻഷുറൻസ് നിർബന്ധമാണ്. ഈ പുതിയ എടുത്തു കൊടുക്കുക. 18-ാം തീയതി ടൈം ഉണ്ട്. 2011 മോഡൽ വണ്ടിയാണ്. ഓക്കെ, ഇൻഷുറൻസ് ഇപ്പൊ തീരാനായിട്ടില്ല, ജസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം പുതിയതാണ്. ബാക്കിയെല്ലാം പുതിയ എടുക്കാൻ വേണ്ടി കൊടുത്തിന്. നാളെ കാണിക്കും, അല്ലെങ്കിൽ ബന്ധം കാണിക്കും. ഓക്കെ, അപ്പോൾ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? അല്ല ഒന്നുമില്ല. ഇതിന് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഒരു 10-13 കിട്ടും. 14 ഒക്കെ കിട്ടും. ഹൈവേയിൽ അതിൽ കൂടുതൽ കിട്ടാം, ആ റേഞ്ച് കിട്ടും ഏകദേശം. അപ്പോൾ ഒരു സ്റ്റൈലിഷ് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്, ഫാമിലി വണ്ടി. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് 1,60,000. 1,60,000. കുറച്ച് കൊടുക്കാലോ? നിർബന്ധം കൂടി 2012-13 മോഡലൊക്കെ ഉണ്ട് കേട്ടോ. 11 ഒക്കെ ഉണ്ട്. സ്റ്റോക്ക് തീരൂല, സാധനം ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോ പേപ്പർ പുതിയാണ്, ഇൻഷുറൻസ് വേണമെങ്കിൽ എടുത്തു തരുകയും ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ ടൈം ഉണ്ട്, അതുകൊണ്ടാ. അല്ല, അത് തന്നെയാ പറഞ്ഞേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇയാളെന്തായാലും ഭ്രാന്ത് പിടിച്ചെടുക്കണ്ടെന്നോ? നടക്കണ്ടെന്ന് പറഞ്ഞാൽ മതി, ഭ്രാന്താണ് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്ത വണ്ടി ഇതാ KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഭ്രാന്ത് പിടിച്ച് നടക്കാൻ വേറല്ല കാരണം. വീഡിയോയിലായിട്ട് നമ്മുടെ മൈക്കിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല മേടിക്കാലോ. ഒരു മൈക്കല്ല, പുതിയ മൈക്കാ. അപ്പൊ എന്താ സംഭവം മനസ്സിലായി, സെറ്റിങ്സ് മാറിപ്പോയത്. ഇപ്പൊ ക്ലിയർ ആയി. അതാണ്. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ വാഗണർ? ഇത് പാകം മറന്നു, ഭ്രാന്തുകൊണ്ട്. 2011 പുതിയ പേപ്പറാണ് കേട്ടോ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഓണർ. ജസ്റ്റ് കിലോമീറ്റർ നോക്കട്ടെ. കിലോമീറ്റർ 1,24, 2,10 റേറ്റ്, ഇത്ര ഉള്ളൂ. 2,10, 1,24 വണ്ടി 2,10, 2011 വണ്ടി. ഓക്കെ, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ വാഗണറാണ്. വാഗണർ 13, പിന്നെ 8 പല മോഡലും പഴയ മോഡലൊക്കെ ഉണ്ട്. കാറ്റലോഗ് നോക്കിയാൽ അതിലുണ്ട്, വേറെ സ്റ്റോക്കുകളുണ്ട്. ഇപ്പൊ എത്ര വരെ മോഡലിൽ ലോൺ കിട്ടുന്നുണ്ട്? ഇപ്പോൾ ലോൺ ഇതിനൊക്കെ കിട്ടും. ഫിനാൻസുകളാണോ അല്ല ബാങ്ക് കിട്ടും? ബാങ്ക് തന്നെ ശ്രീറാം പോലത്തെ കിട്ടും. ഫിനാൻസുകൾ, പ്രൈവറ്റ് ഫിനാൻസുകളാണ്. പിന്നെ സേട്ട് കിട്ടും. പിന്നെ ലോക്കലിലേ കിട്ടുള്ളൂ, ഈ ഏരിയയിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വാഗണർ ഇത് രണ്ടല്ലാണ്ട് വേറെ ഉണ്ടോ? മലപ്പുറം കോഴിക്കോട് ജില്ലയൊക്കെ സേട്ട് കിട്ടും. കിട്ടുന്നുണ്ട് അല്ല? വേറെ സ്റ്റോക്ക് ഉണ്ടോ? വേറെ ഉണ്ട്, അവിടെ ഉണ്ട്. ന്യൂ ഷേപ്പ് ഉണ്ടോ വാഗണർ? ന്യൂ ഷേപ്പ് ഒരു വണ്ടി വരാണ്ട്, പുറത്തുണ്ട്. വരാണ്ടല്ല. അപ്പൊ താല്പര്യം നോക്കൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം നിസാൻ സണ്ണിയാണ്. KL 7 രജിസ്ട്രേഷൻ വരുന്നത്, എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഒറിജിനൽ കേരള തന്നെയത്? ഒറിജിനൽ കേരള അല്ല? ഓക്കെ, ഇത് കുറച്ച് സാമ്യമുണ്ട്. 07CC അല്ലേ? CC 6440. അതാണ് ഹെഡ്ലൈറ്റിന്റെ ഒക്കെ തെളിച്ചം. മോഡൽ ഏതാ? 2014 മോഡൽ, 15 രജിസ്റ്റർ. 15 രജിസ്ട്രേഷൻ. ഡീസലാ? മൂന്നാമത്തെ ഓണർ ഡീസൽ. ഡീസൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും. 18-20 റേഞ്ചിന്റെ മേലെ തന്നെ ഏകദേശം മൈലേജ് കിട്ടും. 18 എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റിയ വണ്ടിയാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് ആ സൈഡിൽ, അപ്രോണിന്റെ ബോഡി ഷെയ്ഡിൽ. അപ്രോണിന്റെ ഞാൻ നോക്കി, അപ്രോണിന്റെ ഈ സൈഡിൽ ചെറുതായിട്ടൊന്ന് വർക്ക് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വില നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2.30 ചോദിച്ചാൽ മതി. എങ്ങനെ? 2.30. ഓക്കെ, 2.30 മാർക്കറ്റ് ഉണ്ടല്ലോ. 14 മോഡൽ, 15 രജിസ്ട്രേഷൻ, ഒറിജിനൽ വണ്ടിയാണ് നിസാൻ സണ്ണി. അപ്പം നല്ല മൈലേജ് കൊണ്ടുനടക്കാൻ പറ്റും. അപ്രോണ്ട് ആ വർക്ക് നിങ്ങൾക്ക് പുറത്ത് നേരെ കൊണ്ടുപോകുന്ന വേണമെങ്കിൽ നോക്കിച്ചോ. പിന്നെ ഓടിച്ചു നോക്കാം. അതായത് ഓടിക്കുമ്പോൾ തന്നെ പണിയെടുത്ത വൃത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ തന്നെ ഫീൽ കിട്ടും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം പിന്നെ ക്ലച്ച് കംപ്ലീറ്റ് അസംബിൾ ഇപ്പം മാറിയിട്ടുള്ളൂ, ഓടിയിട്ടില്ല. മാറിയ ശേഷം ഇന്നലെ മാറി വെച്ചോളൂ. അപ്പോൾ കാര്യമായിട്ടുള്ള പണിയൊന്നും പറയാൻ കിട്ടാനില്ല. അല്ല. അപ്പോൾ അവർ അപ്രോണിൻ്റെ ചെറിയൊരു വർക്ക് എടുത്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം. 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ, ഡീസൽ വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെന്ന് നോക്കിക്കോ. മിഡിൽ ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് ബേസിക് കൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഓക്കെ, ലോണ് കിട്ടുമോ? ലോൺ എത്ര ടൈമിൽ ഒന്ന് കൊടുക്കാം, ഒന്നേ കിട്ടുള്ളൂ. ചില ഏരിയയിൽ കിട്ടുന്നത്, ചില ഏരിയയിൽ കിട്ടുന്നില്ല. സണ്ണിക്ക് അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തതാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഇൻഡിക മൻസ അല്ലേ? ഇത് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ. അതെ, വിശക്കുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് പറഞ്ഞാലോ, 2011 മോഡല്. ഇപ്പൊ മൂന്നാമത്തെ ഓണർ നമ്മളാണ്. നമ്മളെ പേരിലേക്ക് മാറിയിട്ട് ടെസ്റ്റ് എടുത്താണ്. 2031 ലാസ്റ്റിലെ പേപ്പർ ഉണ്ട്. പിന്നെന്താ പറയണ്ടേ, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
1.10 വണ്ടിയുടെ റേറ്റ്. ഫുൾ ഓപ്ഷൻ ഫോൾഡർ പവർ വിൻഡോ ഒക്കെ വരുന്നത്. അതൊക്കെ ഉണ്ടാവും. ഓക്കെ, എല്ലാം ഉണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. ഓ ഓക്കെ, 1.10 വണ്ടി കുഴപ്പമില്ല, മെക്കാനിക്കലൊക്കെ ഓക്കെയാണ്. പുതിയ പേപ്പർ പാവ വിശത്ത് കണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇത് മാത്രമൊന്നുമല്ല, വേറെ വണ്ടികളുണ്ട് 800-ഉം അതേപോലെ തന്നെ നാനോവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ, ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. കോൺടാക്ട് നമ്പർ വീഡിയോ കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കാറ്റലോഗിന്റെ നമ്പറാണ് കൊടുക്കുന്നത്. എല്ലാ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ വാട്സാപ്പിൽ ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ ലിങ്ക് അങ്ങോട്ട് വരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ മതി, എല്ലാം കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ അബദ്ധങ്ങളൊക്കെ അറിയിക്കുക, അബദ്ധങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ താങ്ക് യു. വേഗം പോയി ഫുഡ് കഴിച്ചോ. ബൈ.